കുട്ടിക്ക് തിരിച്ചറിവുണ്ടാകുന്നത് നമ്മളിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ സ്വീകരണ മുറിയിലെ വിഡ്ഢിപ്പെട്ടിയിൽ നിന്നാണ്. അവിടെ മുതൽ തുടങ്ങുന്ന പ്രശ്നം. മാതാക്കളോടായി അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ പറയുന്നൊരു വാക്കുണ്ട്, വളരെ ഗൗരവത്തിൽ നമ്മൾ കേൾക്കണം. ലോകത്തെ ഏറ്റവും സുസംഘടിതമായി സജ്ജമായി പ്രവർത്തിക്കുന്ന സൈക്കാട്രിക് അസോസിയേഷനാണ് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ട്, APA.org. നിങ്ങൾക്ക് സന്ദർശിച്ചാൽ കാണാൻ കഴിയും. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ മാതാക്കളോടായി പറയുന്ന വാക്ക്, നിങ്ങളുടെ കുട്ടിയെ ഡോക്ടറോ എഞ്ചിനീയറോ പ്രൊഫഷണലോ ആക്കാൻ കഴിയുമെന്ന് ഒരാൾക്കും നേരത്തെ പറയാൻ കഴിയില്ല. നമുക്ക് ശ്രമിച്ചു നോക്കാമെന്നേ പറയാൻ കഴിയൂ. എന്നാൽ നിങ്ങളുടെ കുട്ടിയെ ഒരു ഇമ്മോറലാക്കണമോ നിങ്ങൾക്കിപ്പോൾ തീരുമാനിക്കാം. 3 വയസ്സ് വരെയുള്ള സമയം നിങ്ങൾ കുട്ടിയെ മടിയിലിരുത്തി സ്ഥിരമായി നഗ്ന രംഗങ്ങളുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകൾ കണ്ടാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. കുട്ടിയെ ഇമ്മോറലായി തീരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും. നിങ്ങളുടെ കുട്ടി ആൻറ്റി സോഷ്യൽ ആകണമോ, സമൂഹ വിരുദ്ധനാകണമോ, ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും അവനെ അതാക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ കുട്ടിയെ മടിയിലിരുത്തി 3 വയസ്സ് വരെയുള്ള സമയം സ്ഥിരമായി ആക്ഷൻ ത്രില്ലറുകൾ കണ്ടാൽ മതി. എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കേസുകൾ ജനിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കാണുന്നത് ഇവിടെ വെച്ചാണ്. കുട്ടിയെ ഒരു കാരണവശാലും 3 വയസ്സാകുന്ന സമയം വരെ ടെലിവിഷൻ സ്ക്രീനിൻ്റെ മുന്നിലേക്ക് പോലും കൊണ്ടുപോകരുത് എന്ന് നാഡീശാസ്ത്രജ്ഞന്മാർ ആണയിട്ട് നമ്മളോട് പറയും. എന്തുകൊണ്ടെന്നാൽ ടെലിവിഷൻ സ്ക്രീനിൽ മാറി വരുന്ന ദൃശ്യങ്ങൾ കുട്ടിയുടെ കണ്ണിനും തലച്ചോറും തമ്മിലുള്ള ബന്ധത്തെ ദോഷകരമായി ബാധിക്കും എന്ന ശരീരശാസ്ത്ര പ്രശ്നവും, അതോടൊപ്പം തന്നെ TV-യിൽ വരുന്ന പ്രോഗ്രാമുകൾ കുട്ടിയെ അപകടകരമായി ബാധിക്കുന്നു എന്ന വസ്തുതയും വെച്ചുകൊണ്ടാണത്. നമുക്കെല്ലാം ഒടിവുകഴിവുകളുണ്ട്. നമ്മൾ പറയും എത്രയെത്ര നന്മകളുണ്ടതിൽ. ഞാൻ ന്യൂസ് മാത്രമേ കാണാറുള്ളൂ കുട്ടിയെ മടിയിലിരുത്തി. ന്യൂസും കൂടി കാണാതിരിക്കാൻ ആർക്കാണ് കഴിയുക? ശരി, എല്ലാം ന്യായങ്ങളാണ്. പക്ഷേ ന്യൂസുകൾക്കിടക്ക് നിങ്ങളുടെ തലച്ചോറിനെ അടിമപ്പെടുത്തുവാൻ വേണ്ടി അതിസമർത്ഥമായി നിർമ്മിക്കപ്പെടുന്ന പരസ്യങ്ങളുണ്ടല്ലോ, അത് കുട്ടിയുടെ തലച്ചോറിനെ എങ്ങനെ അപകടകരമായി ബാധിക്കും എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു പരസ്യം രൂപപ്പെടുന്നത് സമർത്ഥമായ ഒരുപാട് ഗവേഷണങ്ങൾക്ക് ശേഷമാണ്. ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ തലയിലേക്ക് അടിച്ചു കയറ്റണം എന്ന് ഒരു കമ്പനി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിദഗ്ധർ, പരസ്യരംഗത്തെ മാർക്കറ്റിങ്ങിൻ്റെ രംഗത്തെ വിദഗ്ധന്മാർ ഏതൊരു സമൂഹത്തിൻ്റെ തലച്ചോറിലേക്കാണോ അടിച്ചു കയറ്റേണ്ടത് ആ സമൂഹത്തിൻ്റെ മോഡലുകളുടെ FMRI എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ അതിനടിമപ്പെടുത്തണമെന്ന് പരിശോധിച്ച് പ്രൈമിങ്ങും ബ്രാൻഡിങ്ങുമെല്ലാം നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ശാസ്ത്രത്തിനാണ് ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറയുക. ഇങ്ങനെ പ്രായപൂർത്തിയെത്തിയ വളർന്ന തലച്ചോറിനെ അടിമപ്പെടുത്താൻ വേണ്ടി സമർത്ഥമായി നിർമ്മിക്കപ്പെടുന്ന പരസ്യങ്ങൾ വളരാത്ത തലച്ചോറുള്ള കുട്ടിയുടെ മുന്നിലേക്ക് തുറന്നു വെക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതാണ് 7 വയസ്സുകാരൻ 8 വയസ്സുകാരൻ ബ്രാൻഡിനെ കുറിച്ച് പറയുന്നത്. അല്ലേ? ബ്രാൻഡിങ് നടന്നു കഴിഞ്ഞു തലച്ചോറിൽ. മുമ്പ് കുപ്പായത്തിൻ്റെ ഭംഗിയായിരുന്നു പ്രശ്നം, രൂപമായിരുന്നു പ്രശ്നം. ഇന്ന് ഭംഗിയും രൂപവുമല്ല, ബ്രാൻഡാണ് കുട്ടിയുടെ തലച്ചോറിലുള്ളത്. എങ്ങനെ അതുണ്ടാകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്.
ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ കുട്ടിയുടെ വ്യക്തിത്വത്തെ വളർത്തേണ്ടത് നമ്മുടെ ഇടപെടലുകളാണ്. മറ്റാരെയൊക്കെയോ ഉണ്ടാക്കി വെച്ച പ്രോഗ്രാമുകളല്ല കുട്ടിയുടെ വ്യക്തിത്വത്തെ വളർത്തേണ്ടത്. മാതാക്കളും പിതാക്കളും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുട്ടി നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലായിത്തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മാതാക്കളും പിതാക്കളും ആ കുട്ടിക്ക് നൽകേണ്ടത് അവൻ്റെ സ്പർശത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, വർത്തമാനങ്ങളിലൂടെ, സംവേദനങ്ങളിലൂടെ നടക്കാൻ കഴിയണം. അതിന് വർത്തമാനത്തിന് നമുക്കിവിടെ സമയം. കേരളത്തിലെ ശരാശരി പിതാവ് ഒരു കുഞ്ഞുമായി, തൻ്റെ മകനുമായി, മകളുമായി സംസാരിക്കുന്നത് 8 മിനിറ്റാണ് ഒരു ദിവസം. 7 മിനിറ്റ്. ശരാശരി മാതാവ്, ജോലി ചെയ്യുന്ന മാതാവാണെങ്കിൽ 8 മിനിറ്റും, വീട്ടുജോലി ചെയ്യുന്ന മാതാവാണെങ്കിൽ അത് 30 മിനിറ്റുമാണ് എന്നാണ് കണക്ക്. ഇത് കുട്ടിയുമായി സംവേദനത്തിൻ്റെ സമയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയം. ഇത് ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം കുട്ടിയുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല, മറിച്ച് ടിവിയും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും കാര്യങ്ങളും ഗെയിംസുമെല്ലാമായി തീരും. അതിനു പകരം നമ്മൾ കുട്ടിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കണം. നന്മ നിറഞ്ഞ കുട്ടിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗർഭകാലം മുതൽ തുടങ്ങണം. ഗർഭിണിയാകുന്ന സമയത്ത് ഫുൾ റെസ്റ്റാണ്. അതുകൊണ്ട് നാട്ടിലുള്ള CD മുഴുവനും കണ്ടു തീർക്കാനുള്ള സമയമല്ല അത്. മറിച്ച് നല്ലത് കേൾക്കേണ്ട സമയമാണത്. നല്ലത് കേൾക്കണം. ആ സമയത്ത് നന്മ നിറഞ്ഞ വർത്തമാനങ്ങൾ കേൾക്കണം, നന്മ നിറഞ്ഞ കാര്യങ്ങൾ അനുഭവിക്കണം. ഭർത്താക്കന്മാർ സ്ത്രീകൾക്ക് ടെൻഷനായി മാറാതിരിക്കാൻ ആ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വന്തം പിതാവിൻ്റെ തലോടൽ കുട്ടി ആഗ്രഹിക്കുന്ന സമയമാണത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ തലോടൽ നൽകാൻ കഴിയുന്ന മനസ്സും ശരീരവുമുള്ള ആളുകളായി ഇണകൾ മാറണം. അങ്ങനെ മാറുമ്പോൾ കുട്ടിയുടെ മാനസികാരോഗ്യത്തെ അത് ഗുണകരമായി ബാധിക്കും. ഗർഭകാലഘട്ടത്തിൽ നിങ്ങൾ സ്ഥിരമായി ഖുർആൻ പാരായണം ശ്രമിച്ചു നോക്കൂ, സ്ഥിരമായി നല്ല പ്രഭാഷണങ്ങൾ കേട്ടു നോക്കൂ, നല്ല ഉപദേശങ്ങൾ കേട്ടു നോക്കൂ. മനസ്സിന് സംതൃപ്തിദായകമായ, മനസ്സിന് ടെൻഷൻ തരാത്ത, മനസ്സിന് സ്ട്രെസ് നൽകാത്ത കാര്യങ്ങൾ നിങ്ങൾ കേട്ടു നോക്കൂ. നിങ്ങളുടെ കുട്ടിയുടെ മാനസികാരോഗ്യം അതനുസരിച്ച് നന്മയുണ്ടാകും. പരിശുദ്ധ ഖുർആൻ പാരായണം സ്ഥിരമായി കേൾക്കുന്ന ആളുകൾ കുട്ടി വലുതാകുമ്പോൾ ഖുർആനിനോടുള്ള ഇഷ്ടവും അടുപ്പവും വളരുന്നത് നിങ്ങൾക്ക് നേർക്ക് നേരെ കാണാൻ കഴിയും. നേർക്ക് നേരെ കാണാൻ കഴിയും. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂസിക്കും പാട്ടും ഒച്ചപ്പാടുകളുമാണെങ്കിൽ അതും നിങ്ങൾക്ക് നേർക്ക് നേരെ കാണാൻ കഴിയും. ഇവിടെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ കുട്ടിയെ വളർത്തേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായ അവബോധമുണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞു, കുട്ടിയെ ഡോക്ടറും എഞ്ചിനീയറുമെല്ലാമാക്കാൻ നമുക്ക് ചിലപ്പോൾ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ആ ഡോക്ടറും എഞ്ചിനീയറുമെല്ലാം നമ്മുടെ തന്നെ ശത്രുക്കളായി മാറുന്ന അവസ്ഥാവിശേഷം നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. കേരളത്തിലെ ഹൈക്കോടതിയുടെ മുറ്റത്തു നിന്ന്. കേരള ഹൈക്കോടതിയുടെ മുറ്റത്ത് എന്നും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. 18 വയസ്സുവരെ കുട്ടിക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടത് മുഴുവനും ഒരുക്കി കൊടുക്കുകയും മകളൊന്ന് വളർന്നു കണ്ട് അവളൊന്ന് ഉദ്യോഗത്തിലിരുന്ന് അവളൊന്ന് നല്ല നിലയിലെത്തി തനിക്കിഷ്ടപ്പെട്ട ഒരാണിൻ്റെ കയ്യിൽ അവളെ പിടിച്ചു കൊടുക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുകയും അതിനുവേണ്ടി ഗൾഫിനെ പോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ചോര നീരാക്കി അധ്വാനിക്കുകയും
വിയർപ്പുതുള്ളികളൊഴുക്കി സ്വന്തം ജീവിതത്തെ ഹോമിച്ച് മക്കൾക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്ത മാതാക്കളും പിതാക്കളും കരഞ്ഞു നിൽക്കുന്ന കണ്ണുനീരിൻ്റെ കാഴ്ച കേരള ഹൈക്കോടതിയുടെ മുറ്റത്തെപ്പോഴും കാണുന്നത്. താൻ ഇന്നലെ കണ്ട പുരുഷൻ്റെ അവൻ ഏതാണ് ജാതി എന്ന് പോലും നോക്കാതെ, എവിടെ നിന്ന് വരുന്നു എന്നറിയാതെ, അവൻ്റെ സംസ്കാരം എന്ത് എന്ന് പരിഗണിക്കാതെ ഈ 18 വർഷക്കാലവും തന്നെ വളർത്തിപ്പോറ്റിയുണ്ടാക്കിയ മാതാക്കളും പിതാക്കളും കരഞ്ഞു നിൽക്കുമ്പോൾ കോടതിയുടെ മുന്നിൽ എനിക്ക് ഈ പുരുഷൻ മതി എന്ന് പറഞ്ഞ് കൈപിടിച്ചു പോകുന്ന ആ പുരുഷൻ്റെയും പെണ്ണിൻ്റെയും മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മാതാക്കളുടെയും പിതാക്കളുടെയും ചിത്രം ഒരുപാട് കാണേണ്ടി വരുന്ന കാഴ്ചയാണ് കേരള ഹൈക്കോടതിയുടെ മുന്നിൽ. ഇത് എൻ്റെയും നിങ്ങളുടെയും മക്കളായി തീരാതിരിക്കാൻ അവിടെയാണ് നാം കേവലം സമൂഹത്തെ, ചുറ്റുപാടിനെ, മീഡിയയെ, കുട്ടിയുടെ വ്യക്തിത്വം